ഐശ്വര്യ ശരണമന്ത്രങ്ങളോടെയാണ് സന്നിധാനത്ത് മകരസംക്രമ പൂജ നടന്നത്. തന്ത്രി കണ്ഠര് രാജീവരുടെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു സംക്രമ പൂജ. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും നെയ്ത്തേങ്ങയിൽ കൊണ്ടുവന്ന നെയ്യ് ഉപയോഗിച്ച് സംക്രമ മുഹൂർത്തത്തിൽ അയ്യപ്പന് സംക്രമ അഭിഷേകം നടത്തി. സംക്രമ അഭിഷിക്തനായ അയ്യപ്പനെ ദർശിക്കുവാൻ പതിനായിരങ്ങളാണ് സന്നിധാനത്ത് എത്തിയത്. ശരണം വിളികളാൽ സന്നിധാനം ഇപ്പോൾ ഭക്തിസാന്ദ്രമാണ്. വൈകിട്ടോടുകൂടി സംക്രമ ദീപാരാധന നടക്കും. പന്തളത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര തിരുവാഭരണ പാതയിലൂടെ ഇപ്പോൾ സന്നിധാനത്തേക്കുള്ള യാത്രയിലാണ്. പുലർച്ചെ 2 മണിയോടുകൂടി ലാഹ സത്രത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര ഇപ്പോൾ പ്ലാപ്പള്ളി നിലയ്ക്കൽ വഴി സന്നിധാനത്തേക്കുള്ള യാത്രയിലാണ്. ഒലിയൻപുഴ ചെറിയാനവട്ടം വലിയാനവട്ടം വഴി വൈകിട്ട് 6 മണിയോടുകൂടി ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരും. ഈ ശരംകുത്തിയിലെത്തുന്ന ഘോഷയാത്രയെ അയ്യപ്പ സേവാ സംഘവും ദേവസ്വം ബോർഡും ചേർന്ന് പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങളോടെ ആയിരിക്കും സന്നിധാനത്തേക്ക് സ്വീകരിക്കുക. 18ാം പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി സംക്രമ ദീപാരാധന നടക്കും. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇപ്പോൾ സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. മകരവിളക്ക് ദർശിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പർണശാലകൾ കെട്ടിയാണ് ശരണമന്ത്രങ്ങളോടെ അയ്യപ്പ ഭക്തർ കാത്തിരിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി വലിയ സംവിധാനങ്ങൾ തന്നെ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സന്നിധാനത്ത് നിയന്ത്രിച്ചിട്ടുള്ളത്. ഏതാണ്ട് 12 മേഖലകളായി തിരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകരെ കൊണ്ട് സന്നിധാനവും പൂങ്കാവനവുമെല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഐശ്വര്യ.